പൂജ്യം സഭയിലെ മെത്രാന്മാരോട് മോദി ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പൂജ്യം മലബാർ സഭാ പ്രതിനിധികൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്നൊരു വാർത്ത കാണുവാൻ ഇടയായി. മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണത്രേ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ഇന്ന് പോയത്. സൗഹൃദ സന്ദർശനം എന്നാണ് സഭയുടെ ഔദ്യോഗിക വിശദീകരണം. ഇടയ്ക്കിടയ്ക്ക് പോയി സൗഹൃദം പുതുക്കുവാൻ ഇവർ മോദിയുടെ കളിക്കൂട്ടുകാരാണോ എന്ന് എനിക്കറിയില്ല. ഫരീദാബാദ് രൂപതയെ അതിരൂപത ആക്കി ഉയർത്തിയത് അടുത്തിടെയാണത്രേ. ഇതേ തുടർന്നുള്ള സന്ദർശനം എന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. ഫരീദാബാദ് രൂപതയെ അതിരൂപതയാക്കിയെങ്കിൽ മോദിയോട് ഇത് ചെന്ന് ഇവന്മാർ പോയി പറയുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഈ സന്ദർശനത്തിൽ മാപ്രകൾ ഉറ്റുനോക്കുന്നത് എന്ന് പറഞ്ഞ് കാണുവാനിടയായ ചില സംഗതികൾ ഇനി പറയുന്നവയാണ്. ഒന്ന്, രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ റിപ്പോർട്ട് ചെയ്യുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയോട് സംസാരിക്കുമോ? 2, കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും പാസ്റ്റർമാർക്കും ഗ്രാമസഭ തന്നെ പ്രവേശന വിലക്ക് കൽപ്പിച്ചിരുന്നു. ഇതിന് എതിരെ നൽകിയ ഹർജി കോടതി തള്ളുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെക്കുറിച്ച് ഇവന്മാർ എന്തെങ്കിലും മോദിയോട് പറയുമോ? 3, 2 മലയാളി മടത്തലമ്മമാർക്കെതിരെ മതപരിവർത്തനം ആരോപിച്ചെടുത്ത കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇത് ഉന്നയിക്കുമോ? ഇതൊന്നും മോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള ആംബിയർ ഇവന്മാർക്കില്ല എന്ന് മനസ്സിലാക്കുക. കൊടുക്കുന്ന ചായയും ബിസ്ക്കറ്റും തിന്ന് അച്ഛാ ബഹുത്ത് അച്ഛാ ടീ ഹേ എന്നൊക്കെ പറഞ്ഞിങ്ങി പോരും. അത് മാത്രമേ സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ. എന്നാൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ഈ കൂദാശ വ്യവസായ മുതലാളിമാരോട് ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആദ്യം ചോദിക്കേണ്ടുന്നത്, ബിഷപ്പുമാരെ, നിങ്ങൾക്ക് നസ്രായനായ യേശുവിനെ അറിയാമോ? വിശുദ്ധ വേദപുസ്തകം ഇതുവരെ നിങ്ങൾ മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടോ എന്നാണ്. ഇവന്മാർ മിണ്ടില്ല. മിണ്ടാതെ തലകുനിച്ച് നിൽക്കുമ്പോൾ പറയണം, വേദപുസ്തകം വായിച്ചിരുന്നു എങ്കിൽ, യേശുവിനെ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ ഇപ്രകാരമൊന്നും പ്രവർത്തിക്കത്തില്ലായിരുന്നു എന്ന്. അതുപോലെ ചോദിക്കേണ്ടുന്ന മറ്റു ചോദ്യങ്ങൾ ഇവയാണ്. നിങ്ങളുടെ സഭ ആര് സ്ഥാപിച്ചതാണ്? ഈ പൂച്ചാണ്ടി സഭയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കണം. ഈ ബാലക്കാരന്മാർ നടക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള വേഷഭൂഷാദികൾ കെട്ടി നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും ചോദിക്കണം. ഒരു 3 തലമുറ മുമ്പ് വരെ നിന്റെയൊക്കെ വല്യപ്പന്മാർ ഇവിടുത്തെ ഹൈന്ദവരല്ലായിരുന്നോ എന്നും ചോദിക്കണം. നിന്റെയൊക്കെ പിതാക്കന്മാർ എന്തിനു വേണ്ടിയാണ് മതം മാറിയത്? എന്നിട്ട് ആത്മീയമായി അവർ എന്ത് നേടി എന്നും ചോദിക്കണം. ബൈബിളിൽ എവിടെയാണ് വിദ്യാഭ്യാസ കച്ചവടവും ആശുപത്രി കച്ചവടവും ഹവാല ഇടപാടുകളും കർത്താവിൻ്റെ നാമത്തിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നും ഇവന്മാരോട് ചോദിക്കണം. അതുപോലെ പള്ളികൾ പണിയുവാനും ആളുകളെ പിടിച്ച് മാമോദിസ മുക്കുവാനും ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും ചോദിക്കണം. ലാളിത്യത്തിൻ്റെ പര്യായമായ യേശു ക്രിസ്തുവിനെ കളിയാക്കാൻ വേണ്ടിയാണോടാ മോന്മാരെ നീയൊക്കെ കൊട്ടാരങ്ങളെ വില്ലുന്ന അരവണകളിൽ അണ്ടിപ്പരിപ്പും വൈനും അടിച്ച് അന്യൻ വിയർക്കുന്ന ഭക്ഷണവും കഴിച്ച് കിടന്ന് കുന്തളിക്കുന്നത് എന്നും ചോദിക്കണം. ഇന്ത്യക്ക് ഒരു ഭരണഘടനയും ഇവിടെ ഒരു നിയമവും ഉള്ളപ്പോൾ നിന്റെയൊക്കെ കാനൂൻ നിയമം എടുത്ത് 4 മടക്കി നിന്റെയൊക്കെ കുപ്പായത്തിൽ വെച്ചേക്കണം, പുറത്തെടുക്കരുത് എന്നും പറയുവാൻ പറ്റണം. ഇന്ത്യയിൽ ജീവിക്കുകയും വത്തിക്കാനോട് കൂറും കാണിക്കുന്നത് ശരിയാണോ എന്നും ഇവറ്റകളോട് ചോദിക്കണം. കർത്താവിൻ്റെ മണവാട്ടികൾ എങ്ങനെയാണ് മഠത്തിലെ കിണറുകളിലും പാറമടകളിലും ചത്തു മലയ്ക്കുന്നത് എന്നും ഇവന്മാരോട് ചോദിക്കണം. കർത്താവിൻ്റെ മണവാട്ടിയെ വെപ്പാട്ടിയാക്കുവാൻ നോക്കിയ ഫ്രാങ്കോയ്ക്ക് സുഖമാണോ എന്നും ചോദിക്കണം. വെറുതെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാതെ ഇവനൊക്കെ പെണ്ണ് കെട്ടരുതോ? ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീയൊക്കെ പ്രകൃതി വിരുദ്ധ ജീവിതം നയിച്ച് നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്നും ഈ ബിഷപ്പന്മാരോട് മുഖത്ത് നോക്കി ചോദിക്കണം. നിന്റെയൊക്കെ പൈശാചിക കേന്ദ്രത്തിൽ വരുന്ന പണത്തിന് കൃത്യമായി ടാക്സ് അടയ്ക്കാറുണ്ടോ? നിനക്കൊക്കെ കൈമുത്ത് കിട്ടുന്ന പണത്തിന് ടാക്സ് കൊടുക്കാറുണ്ടോ? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നും ഇവന്മാരോട് കൃത്യമായി ചോദിക്കണം. എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മുണ്ണവിശ്വാസികളെ പറ്റിച്ച് കറന്ന് അവൻ്റെ സകല സമ്പത്തും നിന്റെ അരമനയിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന മോന്മാരെ, നിനക്കൊക്കെ അത് വിറ്റ് ഈ രാജ്യത്തെ ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ എന്നും മോദി ചോദിക്കണം. ഇവന്മാർ കുപ്പായവും പൊക്കി അജീർണം പിടിച്ച് ഓടുവാൻ വയ്യെങ്കിലും കണ്ടം വഴി ഓടും. പിന്നീട് ആ വഴി വരില്ല.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.